ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ അവതരിപ്പിക്കുന്നത്. അതിനായിട്ട് ബ്രൗസറിൽ ആദ്യം സർവേ ഓഫ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹോം പേജ് വരും. surveyofIndia.gov.in ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പ്രോഡക്ട്സ് എന്നുള്ള ഡിവിഷനിൽ മാപ്സ് ആൻഡ് ഡാറ്റ, ഇതിൽ പൊളിറ്റിക്കൽ മാപ്പ് മാത്രമല്ല വിവിധ തരം മാപ്സും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എഡ്യൂക്കേഷൻ സീരീസ് മാപ്സും ഉണ്ട്. ചില യൂണിവേഴ്സിറ്റിയിലെ ജോഗ്രഫി സ്റ്റുഡൻസിന് ടോപ്പോഗ്രഫിക്കൽ മാപ്സ് അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഇത് ധാരാളം ഉപയോഗിക്കും. എഡ്യൂക്കേഷൻ സീരീസ് മാപ്പ് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. കണ്ടോ, 7 എഡ്യൂക്കേഷൻ സീരീസ് മാപ്സ് ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഹാർഡ് കോപ്പിയുടെ വില 118 റുപ്പീസാണ്. പക്ഷേ ഇത് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏത് മാപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഡൗൺലോഡ് ബട്ടൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വരാം, നമുക്ക് തിരിച്ച് മാപ്സ് ആൻഡ് ഡാറ്റയിലേക്ക് വരാം. ഇതിൽ ഞാൻ പൊളിറ്റിക്കൽ മാപ്പിൽ ക്ലിക്ക് ചെയ്യാണ്. ഈ പൊളിറ്റിക്കൽ മാപ്പ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു ടേബിളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ സ്കെയില് 1:4 മില്യൺ ആണ്. സൈസ് 90 സെൻറ്റിമീറ്റർ by 90 സെൻറ്റിമീറ്റർ. പിന്നെ ഇത് 3 എഡിഷനായിട്ടാണ് അത് പുറത്തിറക്കിയിട്ടിരുന്നത്. ആദ്യം ഇറങ്ങിയത് ഇംഗ്ലീഷ് എഡിഷൻ, പിന്നെ സാൻസ്ക്രിറ്റ്, ഹിന്ദിയും തുടർന്ന് വന്നിരുന്നു. ഇതിൻ്റെ ഹാർഡ് കോപ്പിയുടെ പ്രൈസ് 135 റുപ്പീസ്. ഇത് സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്സെൽ ഓഫീസിൽ നിന്ന് ഹാർഡ് കോപ്പി ഈ വിലയ്ക്ക് വാങ്ങാവുന്നതാണ്. ഇനി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇംഗ്ലീഷ് എഡിഷനിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു സെപ്പറേറ്റ് വിൻഡോ വന്നു. ഈ വിൻഡോയിൽ ഈ മാപ്പ് ഡിസ്പ്ലേഡ് ആണ്. ഇത് ജെപെഗ് ഇമേജ് ആണ്. ഇതിൽ ബ്രൗസിങ് ചെയ്യുന്ന ഇതിൽ സൂം ഔട്ട് സൂമിനും വളരെ തുച്ഛമായിട്ട് വളരെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. സൂം ചെയ്യാം, പിന്നെ സൂം ഔട്ട് ചെയ്യാം. അല്ലാതെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പാൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും എളുപ്പം ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജ് ആസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ആവശ്യമുള്ള ഫോൾഡറിൽ സെലക്ട് ചെയ്തിട്ട് അതിൽ സേവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്ത മാപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൽ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ആവശ്യത്തിന് സൂം ചെയ്യുകയാണ്. കണ്ടോ, സൂം ചെയ്ത് വന്നു. ഞാൻ ആദ്യം തന്നെ JNK പോർഷനിലേക്ക് തന്നെ പോവാം. കുറച്ചുകൂടി ഒന്ന് സൂം ആയിക്കോട്ടെ. ഇതിൽ ഡാഷ് ഡോട്ട് എന്നുള്ള ഈ ഒരു സിമ്പിളാണ് സ്റ്റേറ്റ് ബൗണ്ടറിയുടെ സിമ്പിൾ. ഇപ്പോൾ JNKയും പഞ്ചാബും ഹിമാചലായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യം ഇത് രണ്ടും ഒരു യൂണിറ്റ് ആയിരുന്നു. പിന്നെ ഈ ആക്ടിന് ശേഷം ഇത് രണ്ടായിട്ട് ഡിവൈഡായി. JNK എന്നുള്ള സ്റ്റേറ്റും ലഡാക്ക് എന്നുള്ള ഏരിയയും. കാർഗിലും ലേയും ലഡാക്കിലാണ് പെട്ടിരിക്കുന്നത്. JNKയിൽ കണ്ടോ, ശ്രീനഗർ ഇവിടെ നോർത്തിലും ജമ്മു ദേ സൗത്തിലും. പിന്നെ ഇതിൽ മേജർ ലൊക്കാലിറ്റീസൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ള സ്ഥലങ്ങളുടെ പേരുകളാണ്. ഇത്രയാണ് നമുക്ക് JNKനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി നമുക്ക് നമ്മുടെ ഹോം സ്റ്റേറ്റായ കേരളത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. കേരളത്തിൽ കണ്ടോ, ഇവിടെ കാസർഗോഡ്, കണ്ണൂർ, കാലിക്കറ്റ്, എറണാകുളം, കൊച്ചിയുടെ സ്പെല്ലിംഗ് കണ്ടില്ലേ? ഇതാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള സ്പെല്ലിംഗ്. തൃശ്ശൂർ എച്ചില്ല, TRASSUR. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിലെ TI ആണ്, THI ഇല്ല. ഇതാണ് നമ്മുടെ പൊളിറ്റിക്കൽ മാപ്പ്. ഈ മാപ്പ് നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ ഈ മാപ്പിൻ്റെ സൈസ് ഏകദേശം 6.2 MB ഉള്ളൂ. ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വലിയവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും നമ്മുടെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എങ്ങനെയാണ് അതിൻ്റെ ലൊക്കേഷൻ എന്നറിയാൻ ആഗ്രഹം ഉണ്ടാവും. അവർക്കും കൂടി ഇത് കാണിച്ചു കൊടുക്കണം. ഒതൻറ്റിക് ആയിട്ടുള്ള മാപ്പാണ് ഇത്. പലരും പൊളിറ്റിക്കൽ മാപ്പ് പല ഏജൻസീസും പ്രൈവറ്റ് ഏജൻസീസും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന മാപ്സാണ് ഒതൻറ്റിക് മാപ്സ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും
പിന്നെ ഫ്രണ്ട്സിനും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.